പറയണ്ടേ ഒരു ഞായറാഴ്ച അങ്ങോട്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. കുട്ടിയുടെ വാപ്പന്റെ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു. ഇതിപ്പോ എപ്പോഴും വിളിച്ചു പറഞ്ഞേ? ഇന്നലെ രാത്രി ഇത്രയും നേരം എന്നോട് പറയുണ്ടായില്ല. ഞാൻ പുറത്തു പോയി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ തൊട്ട് നല്ല പണിയിലാണ്. ഇജ് പെണ്ണിനെ കണ്ടുപോരുമ്പോ വണ്ടിന്ന് വിളിച്ചിരുന്നല്ലോ. അപ്പൊ റെഡി ആയപ്പോ നമ്മളൊന്നും വേണ്ട. അല്ല എനക്ക് വേണ്ട. അല്ല ഓരോരുത്തരും മനസ്സിലായപ്പോ ഉനൈസൊക്കെ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ എന്റെ കല്യാണം റെഡി ആയി എന്നുള്ളത്. അത് ഇജ് ശരിക്കും ആരോട് ആദ്യം പറയണ്ടേന്ന്? കുറ്റസമ്മതം നടത്തിയപ്പോ ഞാനാണ് മാപ്പ് തരണം. എനിക്ക് ആനെ പെണ്ണാണ് ആദ്യം കൊണ്ടുപോയത് ആരാ പറ? ഷാനു. രണ്ടാമതും മൂന്നാമതും നാലാമതും കൊണ്ടുപോയത് ആരാ? കൊറേ കൊണ്ടുപോയത് ആരാ? പെണ്ണ് റെഡി ആയപ്പോ അവസാനം പറഞ്ഞത് ആരോടാ? ഷാനു. അത്രേ ഉള്ളൂ നമ്മക്കൊക്കെ ഒരു വില. എന്നിട്ട് എവിടെ കിടക്കണ ഉനൈസ് പറഞ്ഞിട്ട് അറിയണം ഞാനല്ലേ? എവിടെ കിടക്കണ ഉനൈസ് പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാനും സുലൈമാന് പെണ്ണ് ശരിയായി എന്നുള്ളത്. ആയിക്കോട്ടെ, നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് വില ഉള്ളൂ മനസ്സിലായി. അത് പറഞ്ഞിരിക്കണു. അജ് ആദ്യം പോയിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഒപ്പം പോകുന്നത് ആരാ? ഇന്റെ പൊടിപാടനൊക്കെ അറിയാലോ അല്ലേ? ഇന്റെ പൊടിപാടനൊക്കെ അറിയാലോ? അയ്യോ ഓക്കെ, ഞാനൊരു കല്യാണ വിഷയം ഒന്ന് കൊള്ളാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് പിന്നെ ഞാൻ ഇവിടെ തിരക്കിലാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മാഷാഅല്ലാ, റാഹത്തായിട്ട് നടക്കട്ടെ കേട്ടോ. പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അതല്ലേ ഒന്നുകൂടി എല്ലാരും വീഡിയോ കാണുന്ന എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ഇപ്പൊ പറയണം, ഈ വോയിസിൽ പറയണം. ആ ഈ വീഡിയോ കാണുന്ന എല്ലാരും ഷാനു 360 ഡിഗ്രി അങ്ങനെ പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് ഹൈറാക്കട്ടെ. ഓക്കെ, എന്തൊരു ആവശ്യം പറയട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ.